ഇത് നമുക്ക് തനി നാടൻ രീതിയിലൊരു അച്ചിങ്ങപ്പയർ മെഴുക്ക് വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെഴുക്ക് വരട്ടിയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ലോങ് പീസ് വെച്ചിട്ടുള്ള മെഴുക്ക് വരട്ടിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ പയറെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ ആ തണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള പയർ നമുക്ക് ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ നീളത്തിൽ ഇതുപോലെ കുറച്ചൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം. ഒടിച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങ് അരിഞ്ഞെടുത്തോന്നേ ഉള്ളൂ. ഇനി ഇന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു അടികട്ടിയുള്ള പാത്രം അടുപ്പിലോട്ട് വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണേ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട്. 3-4 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് മുഴുവനൊന്ന് പൊട്ടി വന്നോട്ടെ. കടുക് മുഴുവനും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാം. നമ്മൾ പയർ അരിഞ്ഞിരിക്കുന്ന നീളം ഉണ്ടല്ലോ അതേ നീളത്തിൽ തന്നെ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്ന തേങ്ങാക്കൊത്താണ്. ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒരു 3 പച്ചമുളക് ഇതുപോലെ മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത്. ഒരു 15-20 ചെറിയുള്ളി എടുക്കാം. അതൊരു ടൈപ്പിൽ ചെറിയുള്ളി എടുക്കാം. അതൊന്ന് ചതച്ചിട്ട് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് കൂടെ വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു പയർ മെഴുക്ക് വരട്ടിക്ക് വെളുത്തുള്ളി ഇടാതെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയുള്ളി ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്ന മുളക് ഒന്ന് ചതച്ചതും കൂടെ ചേർക്കാം. ഒരു 2 ടീസ്പൂൺ ചുവന്ന മുളക് ചതച്ചത് ചേർക്കുന്നുണ്ട്. ഇതൊരു 5 മുളക് എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഈ മുളകും കൂടി ഒന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. മുളകിൻ്റെ ആ പച്ചമണം നല്ലോണം ഒന്ന് മാറണം കേട്ടോ. ഇപ്പം ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർക്കാം. 1.25 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ഇളക്കി അരിച്ചെടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് അവസാനം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നോക്കിയിട്ട് ചെയ്തോ. എല്ലാം ഒന്ന് ഇളക്കി അരിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ തന്നെ അടച്ചു വെച്ച് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതുപോലെ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോയെന്ന് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പയർ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയിലൊക്കെ നമുക്ക് വിളമ്പാൻ പറ്റുന്ന നല്ലൊരു മെഴുക്ക് വരട്ടിയാണ് ഇത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്തായാലും ഇഷ്ടമാവുമായിരിക്കും. ഓണത്തിന് മാത്രമല്ല കേട്ടോ, നമുക്ക് സാധാരണ ദിവസങ്ങളിൽ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെഴുക്ക് വരട്ടിയാണ് ഇത്. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.